അഫീനെ സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലെ പണികളൊക്കെ ഒന്ന് ഒതുക്കി ഞാനും നിധിക്കുട്ടിയും കൂടെ ദേ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ്. അപ്പോൾ ദേ അവൾ ആളോഹരി എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. കൂടെ എനിക്കും കിട്ടിയിട്ട് ഒരു ടാറ്റ. എൻ്റെ കൂടെയാണ് വരുന്നത്, എന്നാലും എനിക്കും തന്നു. അങ്ങനെ ദേ ഡോറൊക്കെ തുറന്ന് പുറത്തിറങ്ങുന്നുണ്ട്. ആൾക്ക് നല്ല ആവേശമാണ്, കാരണം പുറത്ത് പോകാൻ ഇഷ്ടമാണല്ലോ. പിന്നെ എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇന്നാൾ ബേബി ഉണ്ടായില്ലേ, അവളുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ചിന്നു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിന്നു ഡയറക്റ്റ് അങ്ങോട്ടേക്ക് വന്നോളൂ. നമുക്ക് പിന്നെ ഇവിടെ നിന്ന് വട്ടം കയറി അങ്ങ് നടന്നു പോകേണ്ട ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ അവൾ ഓൾറെഡി ചെരുപ്പിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇറങ്ങിയപ്പോഴേക്കും അവിടെ കിടന്ന ഷൂ ഒക്കെ എടുത്ത് കൈ പിടിച്ചു. ഞാൻ പിന്നെ അതെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. ഇവിടെ മുറ്റത്ത് ഇറങ്ങിയതിന് ശേഷം തിരിഞ്ഞു നിന്ന് മറ്റുമിച്ചിക്കൊക്കെ ടാറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. പോകാനുള്ള ഒരു ആവേശം ഭയങ്കര കൂടുതലാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പയ്യെ നടന്നു തുടങ്ങി. ലാസ്റ്റ് നമ്മളെല്ലാവരോടും ഒരുമിച്ച് കൂടി ഇപ്പോൾ പ്ലാൻ ചെയ്തതാണ് കേട്ടോ ഈ ഒരു പോക്ക്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഒരു ദിവസം രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം പോവാം, ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ എപ്പോൾ തോന്നുന്നു അപ്പോൾ പോകാമെന്നുള്ളതാണ്, അല്ലാതെ നമ്മൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഇന്നങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. ഇതാണ് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് ചിന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി നമുക്ക് നാരങ്ങ വെള്ളമൊക്കെ തന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിധിക്കുട്ടി കിടന്ന് ഉറങ്ങി പോയിട്ടോ. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു മൊത്തത്തിൽ. ഒന്ന് റീഫ്രഷ് ആയ പോലെ ഫീൽ ചെയ്തു ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തപ്പം. അല്ലെങ്കിലും ഈ തിരക്കിനും ബഹളത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് വല്ലപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്തു പോവുക, ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ പല കസിൻസിൻ്റെ ഒക്കെ ഒപ്പം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെൻ്റൽ ഹെൽത്തും. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്കുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് തീർച്ചയായിട്ടും പ്രാധാന്യം കൊടുക്കണം. ഞാനിപ്പോൾ കുറച്ചുകൂടി അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അഫീനെ വിളിക്കാൻ ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു കേട്ടോ. അവൾ വീട്ടിൽ പോയി, ഞാൻ ദേ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അഫീനെ വിളിച്ചിട്ട് തന്നെ പോകാമല്ലോ എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ പിന്നെ പോയിട്ട് ഞാൻ തിരിച്ചു വരേണ്ടി വരും. ബസ് ഇറങ്ങി അഫീനെ കണ്ടപ്പോൾ തന്നെ ആൾ ഇക്കാക്കാന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ വഴിക്ക് എത്തിയപ്പോഴേക്കും അത്തശ്ശിനെ അകലേന്ന് തന്നെ കണ്ടു മുറ്റത്ത് നിൽക്കുന്നത്. അപ്പോഴേക്കും എൻ്റെ എളിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ഇതേ പോകുന്ന കേട്ടോ അത്തശ്ശിയുടെ അടുത്തേക്ക്. പഠിക്കാതെ പിന്നെ നമുക്ക് ഇന്നൊന്ന് ഉടുമ്പന്നൂർക്ക് പോകണം. എനിക്ക് ബ്യൂട്ടി പാർലറിൽ ഒന്ന് പോകാനുണ്ട്, ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഓട്ടോ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. എന്തടാ പാർലറിലേക്ക് കയറുന്നതിൻ്റെ അവിടെ ഡ്യൂക്ക് കണ്ടപ്പോഴത്തേക്ക് ആൾ ഓടിപ്പോയി അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി നിൽക്കുന്നതാണ്. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒരു വണ്ടിപ്രാന്തനാണ്. അങ്ങനെ പിന്നെ പാർലറിൽ കയറി നമ്മൾ ത്രെഡൊക്കെ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇതൊക്കെ ആര് കണ്ടുപിടിക്കുന്നോ ആവോ, അഫി പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുത്തൊരു കോലുമിഠായിയാണ്. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ.